ഹായ് ഇറ്റ്സ് മീ റിച്ചാലിയാസ് ഫ്രം ഗുഡ് ഡിസൈൻ. അപ്പോൾ ഇന്ന് കസ്റ്റമൈസ് ചെയ്ത കുറച്ച് പീസുകൾ കാണിക്കാനായിട്ടോ വന്നിട്ടുള്ളത്. ഫസ്റ്റ് വന്ന് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്, ഒരു ഗൗൺ പാറ്റേണിൽ വന്നിട്ടുള്ള കളറും നല്ല അടിപൊളി ഒരു കളറാണ് കേട്ടോ. നല്ലൊരു പീച്ച് ഷെയ്ഡിൽ ഒരു എക്കോ ബ്ലൂ കളറിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ശരിക്കും നോർമൽ നമ്മളെപ്പോഴും ആൻറ്റി ഗോൾഡ്, സിൽവർ, കട്ട് ബീഡ് അങ്ങനത്തെയാണല്ലോ യൂസ് ചെയ്യാറ്. അപ്പോൾ അതിൽ നിന്നൊരു ചേഞ്ച് ആയപ്പോൾ ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗി തോന്നുന്നുണ്ട്. അപ്പോൾ ക്രേപ്പ് ജോർജറ്റിൽ ഡൈ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഷെയ്ഡ്. നല്ലൊരു പീച്ച് കളറാണ്. അതിലേക്ക് ഒരു എക്കോ ബ്ലൂ കളറിൽ സീക്വൻസും അതുപോലെ തന്നെ ഷുഗർ ബീഡുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നോർമലി നമുക്കിത് ഇതേ ഒരു ഡിസൈൻ നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളതാണ്. അപ്പോൾ 2-3 നമ്മൾ ഡിസൈൻസ് മിക്സ് ചെയ്തിട്ടാണ് കസ്റ്റമർ ഈ ഒരു ഡിസൈനിലേക്ക് എത്തിയത് കേട്ടോ. ഫുള്ള് മെഷർമെന്റ് എടുത്തൊക്കെ ഞങ്ങൾ വീഡിയോ കോളൊക്കെ ചെയ്തിട്ടാണ്. അപ്പോൾ എ ലൈൻ ഗൗൺ ആണ്. അതിലേക്ക് താഴേക്ക് ഫുള്ള് പ്ലേറ്റ്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ ദുപ്പട്ട വരുന്നത് ഒരു എക്കോ ബ്ലൂ കളറിൽ, ഒരു ഡസ്റ്റി എക്കോ ബ്ലൂ ഷെയ്ഡിലാണ്. അപ്പോൾ അതേ ഷെയ്ഡിൽ തന്നെയാണ് കളർ ഇതിലേക്ക് വർക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. സ്ലീവ്സിലൊക്കെ ഇതുപോലെ ഒരു ഹാങ്ങിങ് പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു ബീഡ്സിന്റെ ഹാങ്ങിങ് പാറ്റേൺ ആണ്. നെക്കിലേക്ക് ഒരു യു ഷേപ്പിൽ സീക്വൻസും ഷുഗർ ബീഡും ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റെഗുലർ ഒരു ഡിസൈനാണിത്. താഴേക്ക് പ്ലീറ്റ്സ് കൊടുത്തിട്ടുള്ള ഇതും അതുപോലെ തന്നെ അടിഭാഗത്തായിട്ട് ചെറിയ റൗണ്ട് ബൂട്ടാസും കൊടുത്തിട്ടുണ്ട്. ക്രേപ്പ് ജോർജറ്റിൽ വരുന്ന ദുപ്പട്ടയാണ് കേട്ടോ. ഓവറോൾ നല്ല ഭംഗിയുടെ നിങ്ങൾ അഭിപ്രായം കൂടെ ഒന്ന് പറയണേ. ഓവറോൾ നല്ല രസമുള്ള ഒരു പീസാണ്. അപ്പോൾ ഓറഞ്ച് കളറിൽ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് മൂന്ന് കസ്റ്റമേഴ്സിലെയാണ് കേട്ടോ. അടുത്തത് വരുന്നത് ഒരു ഗരാര സ്റ്റൈലിൽ വരുന്നതാണ്. ഇതും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഷൊർണൂരിൽ നിന്നെങ്ങാനും അവർ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഓർഡർ തന്നതാണ് കേട്ടോ. ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ നല്ല ക്രേപ്പ് ജോർജറ്റ് മെറ്റീരിയലിൽ ബ്ലാക്ക്, നല്ല ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ് ഡൈ ചെയ്തിട്ടുള്ളതാണ്. അതിലേക്ക് ഇങ്ങനെ ചെറിയ ബോഡി ഓൾ ഓവർ വർക്ക് കൊടുത്തിട്ടുണ്ട്. സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ട് ചള്ള ഫ്ലവർ എന്നാണ് ഇങ്ങനെ ചെയ്യുന്നതിന് പറയട്ടോ. അങ്ങനെ ഫ്ലവറും പിന്നെ ഒരു എംബ്രോയിഡറി ടൈപ്പിലുള്ള അങ്ങനെ ഫ്ലവറും ചെയ്തിട്ടുണ്ട്. ഫുൾ കട്ട് ബീഡ്സ് കൊണ്ടാണ്, കട്ട് ബീഡും സീക്വൻസും ആണ് ചെയ്തിട്ടുള്ളത്. ആൻറ്റി ഗോൾഡ് ഷെയ്ഡിൽ വരുന്നത്. പിന്നെ ഫ്ലെയറിൻ്റെ ടോപ്പിൻ്റെ എൻഡ് ഏരിയയിലായിട്ട് ഇതുപോലൊരു സ്കാലപ്പിങ്ങും കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു ഹാങ്ങിങ് ടൈപ്പ് ബീഡ്സും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്നുള്ളത് സ്ലീവ് കോൺട്രാസ്റ്റ് ഷെയ്ഡാണ് അവർ സെലക്ട് ചെയ്തത്. ഒരു പീകോക്ക് ബ്ലൂ കളർ, പീകോക്ക് ഗ്രീൻ കളറിലാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അത് ഓൾ ഓവർ, ആ സ്ലീവ് ഓൾ ഓവർ ഒരു ഹെവി വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ദിവസം ഇതിലേക്ക് ഒരു വർക്ക് കംപ്ലീറ്റ്. പിന്നെ ആൾ കുറച്ച് സൈസും ഉണ്ട്. അപ്പോൾ നല്ല എന്താ പറയുക, ഫുൾ വർക്കും ആയ കാരണം അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. ബോഡി ഓൾ ഓവർ, സ്ലീവിൻ്റെ ബോഡി ഓൾ ഓവർ വർക്ക് ചെയ്തിട്ടുണ്ട്. ടോപ്പിൻ്റെ താഴ്ഭാഗത്ത് അതേ ഹാങ്ങിങ്സ് സ്ലീവിൻ്റെ എൻഡിലും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇത്. പിന്നെ ടോപ്പ് ഒരു ഷോർട്ട് ഫോമിലാണ് കാണുന്നത്, വേറെ ഒന്നുമല്ല. ഒരു ബോട്ടം വരുന്നത് ഒരു പ്ലേറ്റഡ് പാറ്റേൺ ഗരാര സ്റ്റൈലിൽ വരുന്ന ഒരു ബോട്ടാണ്. അപ്പോൾ ബോട്ടും അതുപോലെ തന്നെ ബാക്ക് ആൻഡ് ഫ്രണ്ട് ഫുൾ സ്കാലപ്പ് ചെയ്തിട്ടുള്ള ഒരു ബോട്ടാണ്. എൻഡ് ഏരിയയിലായിട്ട് കണ്ട ബാക്ക് ആൻഡ് ഫ്രണ്ട് ഇതുപോലെ സ്കാലപ്പിംഗ്. ആ പ്ലേറ്റ്സ് കൊടുത്ത എല്ലാ പോർഷൻസിലും അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്ലേറ്റഡ് ഏരിയയിൽ ഫുൾ ഒരു സ്കാറ്റേഡ് ആയിട്ടുള്ള സീക്വൻസ് കൊടുത്തിട്ടുണ്ട്. ജോയിന്റ് പോർഷനിൽ ഒരു 1 ഇഞ്ചിലൊരു ബോർഡർ ആയിട്ടാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു പീകോക്ക് ഗ്രീൻ മിക്സ് ആയിട്ടുള്ള ഒരു ബ്ലൂ ട്ടാ. അതാണ് ദുപ്പട്ടയുടെ കളർ. അതിൽ ബ്ലൂ ആയിരിക്കും അല്ലെ കളർ വരുന്നുണ്ടായിരിക്കാം. ദുപ്പട്ട ഇതിന്റെ കൂടെ പെയർ ചെയ്യാനായിട്ടുള്ളത് നെറ്റിലാണ് അവർക്ക് വേണമെന്ന് പറഞ്ഞത്. നെറ്റിലാവുമ്പോഴാണ് ഈ വർക്ക്, സ്ലീവിന്റെ വർക്കും കവർ ചെയ്യാണ്ടിരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നെറ്റ്. ഓക്കെ, അല്ലെങ്കിൽ എന്താ വെച്ചാൽ നോർമൽ ആകുമ്പോൾ കുറച്ച് പൊതിച്ചിരുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഇത്രയും ഹെവി വർക്ക് ഇതൊക്കെ കവറായി പോകും. അപ്പോൾ നെറ്റിലാണ് അവർ ചൂസ് ചെയ്തിട്ടുള്ളത്. ഓർഗൻസി ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. വിസ്കോസ് ഓർഗൻസി ആയാലും നമുക്ക് ആ ഒരു ഫീല് വിസിബിൾ ആയിരിക്കും. പിന്നെ ദുപ്പട്ട ഡബിൾ ഷെയ്ഡ് ചെയ്തിട്ടുള്ളതാണ്. ബ്ലാക്ക് ആൻഡ് പീകോക്ക് ഗ്രീനിൽ ഡബിൾ ഷെയ്ഡ് ചെയ്തിട്ട് വൺ സൈഡ് കുറച്ച് ഹെവി ബോർഡർ കൊടുത്തിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഓൾ ഓവർ വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കേട്ടോ. സ്ലീവ് കുറച്ച് ഹെവി ആയിട്ട്, സ്ലീവിൻ്റെ പോർഷൻസ് ഫുൾ ഹെവി ആയിട്ടുള്ള സ്ലീവ്. ഇങ്ങനെ ദുപ്പട്ട വരും, ഇവിടെ ഇങ്ങനെ ദുപ്പട്ട വരും. പിന്നെ ബോട്ടും നല്ലൊരു അടിപൊളി ദുപ്പട്ട, ഫുൾ പ്ലീറ്റ്സ് കൊടുത്തിട്ടുള്ളൊരു ദുപ്പട്ട കേട്ടോ. ഇരുന്ന് കാണിക്കുമ്പോൾ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട്. പിന്നെ പ്രത്യേകിച്ചിട്ട് ഇങ്ങനെ എല്ലാതും കൂടെ കാണിക്കുമ്പോഴേ കേട്ടോ. ഇതാണ് ബോട്ടം വരിക. നല്ലൊരു മൊത്തത്തിൽ കോമ്പിനേഷൻ വൈസ് നല്ല സൂപ്പറാണ്. ബ്ലാക്ക് ആൻഡ് ഒരു പീകോക്ക് ഗ്രീൻ കളറിൽ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ഷെയ്ഡ് നമ്മൾ നോർമലി ചെയ്യാറുള്ള സ്കേർട്ട് ആൻഡ് ടോപ്പ് പാറ്റേൺ ആണ്. ഫുള്ള് ഗ്യാദറിങ്സ് കൊടുത്തിട്ടുള്ള ഒരു സ്കേർട്ട്. താഴ്ഭാഗത്തേക്ക് നമ്മുടെ ഒരു വിസ്കോസ് ഓർഗൻസയിൽ വരുന്ന പ്രിന്റഡ് പാറ്റേണിൽ വരുന്ന ഒരു എന്താ പറയുക, ഓർഗൻസ മെറ്റീരിയൽ പ്ലേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. കളറും അടിപൊളിയായിട്ട് നല്ലൊരു പീകോക്ക് ഗ്രീൻ. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെയും അതുപോലെ തന്നെ ബോട്ടത്തിൻ്റെയും സെയിം കളറാണ് ഈ കസ്റ്റമർ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സെയിം ഷെയ്ഡ് തന്നെ, ചെറിയ വ്യത്യാസം ഉണ്ടല്ലേ. ഒന്നൊരു ഡാർക്ക് ഷെയ്ഡാണ് ഇത്. നല്ല ചെറിയ ഗ്യാദറിങ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഷെയ്ഡ് സീക്വൻസും കട്ട് ബീഡും സെലക്ട് ചെയ്യാൻ കാരണം ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഓർഗൻസ പ്ലേറ്റിംഗ് ഏരിയ ഉണ്ടല്ലോ, അത് ഒരു ലൈറ്റ് ഷെയ്ഡാണ്. പീകോക്കിൻ്റെ ലൈറ്റ് വേർഷനാണ് വരുന്നത്. അപ്പോൾ അതാണ് ഇതിലേക്ക് കൊടുത്തിട്ടുള്ളത്. നോർമലി സിൽവറും ആൻറ്റിക്കും നമ്മൾ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നോക്കിയതാണ്. അടുത്തത് അതിനോട് പെയർ ചെയ്യാനുള്ളത് ഒരു ക്രോപ്പ് ടോപ്പാണ്. പ്ലീറ്റഡ് ആയിട്ടുള്ള സ്ലീവ് വരുന്ന ക്രോപ്പ് ടോപ്പ്. ബോഡി ഓൾ ഓവർ കുറച്ച് ഹെവി ആയിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫുൾ ഹെവി വർക്കാണ്. താഴ്ഭാഗത്ത് പ്ലേറ്റ്സ് വരുന്നുണ്ട്.
ഇതിന് കൂടെ പെയർ ചെയ്യാനായിട്ട് ഒരു ദുപ്പട്ട വരുന്നുണ്ട്. ചെറിയ കുട്ടിയാണ് കേട്ടോ, പക്ഷെ ആൾ കുറച്ച് സൈസ് ഉണ്ട് തോന്നുന്നു. ഇതാണ് ദുപ്പട്ടയുടെ മൊത്തം വരും. ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇത്രയും പീസസ് ആണുള്ളത്. കാണിച്ച എല്ലാ ഡിസൈൻസും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഒരുപാട് പേര് റേറ്റ് എന്താ പറയാത്തതൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ്സ് വരാറുണ്ട്. ഞാൻ മുന്നേ അതിന് റീസൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ നമുക്ക് ഒരു ഫിക്സഡ് റേറ്റിലെല്ലാം ഐറ്റം ചെയ്യാൻ പറ്റുക. നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങളുടെ കോസ്റ്റ് അനുസരിച്ച് ഡിപ്പെൻഡ്, നമ്മുടെ കോസ്റ്റ് എന്താണോ അതിനനുസരിച്ച് വാരിയേഷൻസിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ 10,000 റേഞ്ചിലുള്ള സാധനം 2,000-ലേക്ക് അല്ലെങ്കിൽ 3,000-ലേക്ക് ആക്കുന്നതിൽ പരിമിതികളുണ്ട്. അപ്പം അതിനനുസരിച്ചിട്ടാണ് വാരിയേഷൻ വരിക. ഇപ്പോൾ ഇതേപോലത്തേക്ക് ഒരു സ്കേർട്ടും ടോപ്പ് നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ 4,000 കുട്ടികൾക്ക് കിട്ടാം. 4,000 അല്ലെങ്കിൽ 3,800 ആ ഒരു റേഞ്ച് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. എന്തായാലും അങ്ങനെയൊക്കെ വരുമ്പോൾ കോസ്റ്റ് അല്ല, ഡിസൈനിൻ്റെ പാറ്റേണിൽ ചെറിയ ചെറിയ വാരിയേഷൻസ് ഒക്കെ വരും കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ഡിസൈൻ ആയിട്ട് വരാം. അതിലേക്കും ബൈ.